ഏകദിന പരമ്പരയിൽ ഇന്നലെ ഇന്ത്യ ജയിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. 1-0 ഇംഗ്ലണ്ടിനെതിരെ ഏകദിന പരമ്പരയിൽ ഇന്ത്യക്ക് ഇപ്പോൾ ലീഡായിട്ടുണ്ട്. ഇപ്പം ഇന്നലത്തെ മത്സരത്തിൽ നമുക്കറിയാം, അതിന് മുമ്പ് നടന്ന പരമ്പരയിൽ 2020 4 മത്സരവും ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. ഒരു മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഇതിനുശേഷം ഇന്ത്യ കളിക്കാൻ വന്നിട്ട് ആദ്യ ഏകദിനത്തിൽ തന്നെ ഏകദേശം ഇംഗ്ലണ്ടിൻ്റെ സ്കോഡൊക്കെ സെയിം തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. പക്ഷെ അവർ ഇന്ത്യ ഏകദിനത്തിൽ തോൽപ്പിച്ചു. ഇതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം തന്നെ ഉള്ള കാര്യം നമ്മൾ പറയാം. കാര്യം നമ്മുടെ കേരളക്കാർക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിലും പറഞ്ഞേ പറ്റൂ. ശുഭ്മാൻ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങും. ഇത് രണ്ടാണ് ഇന്നലെ ഇന്ത്യയെ ശരിക്കും ഒരു അക്ഷരാർത്ഥത്തിൽ ഹെൽപ്പ് ചെയ്തത്. റോക്കോ വരുമ്പോൾ നമുക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഒക്കെ ആയിരുന്നു. കാരണം ഇംഗ്ലണ്ടിൽ കോഹ്ലിയൊക്കെ മുമ്പ് കളിച്ചപ്പോൾ സെഞ്ചുറിയും എല്ലാം ഹാഫ് സെഞ്ചുറി ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇന്നലെ എന്താ പറയുക, റോക്കോ പെട്ടെന്ന് മടങ്ങി, രോഹിത് ആയാലും പെട്ടെന്ന് മടങ്ങുന്നു, കോഹ്ലി LBW മടങ്ങുന്നു ജോഫ്ര ആർച്ചറിൻ്റെ ബോളിൽ. അപ്പോൾ ഇവരെ വിക്കറ്റ് പോയപ്പോൾ ഇന്ത്യ ശരിക്കും പ്രതിസന്ധിയായ ഘട്ടത്തിലെ. പക്ഷെ അവിടെയാണ് റിയൽ ക്യാപ്റ്റൻ, ഒരു എന്താ പറയുക, ശരിക്കും പ്രിൻസ്, ഇന്ത്യയുടെ പ്രിൻസ് എന്നാണ് ഗില്ലിനെ അറിയപ്പെടുന്നത്. ശുഭ്മാൻ ഗില്ല് പ്രൂവ് ചെയ്തത് താൻ എന്തുകൊണ്ടാണ് ക്യാപ്റ്റൻ ആയിരിക്കുന്നതിന്. ഒരു മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ്. പിന്നെ നിർഭാഗ്യം കൊണ്ട് മാത്രം സെഞ്ചുറി അടിക്കാൻ പറ്റില്ല. 80 റൺസ് എടുത്ത് നിൽക്കുന്ന സമയത്ത് താരത്തിന് ചെറിയൊരു പെയിൻ വന്ന്, കാലിൽ പെയിൻ വന്ന് താരത്തിന് റിട്ടയർഡ് ആവേണ്ടി വന്നു. ഇഞ്ചുറിയാണ്, ചെറിയൊരു ഇഞ്ചുറിയാണെന്നാണ് പറയുന്നത്. മസിൽ ഇഞ്ചുറിയാണ്, നമുക്കറിയില്ല എത്രത്തോളം സീരിയസ് ആണെന്ന്. പക്ഷെ അതിനുശേഷം ഇന്ത്യ തകരുന്നതാണ് നമ്മൾ കാണുന്നത്. ശ്രേയസ് അയ്യർ വിക്കറ്റ് കൊണ്ട് കളയുന്നു. എന്താ പറയുക, സിമ്പിളായിട്ട് ഓടി കളയുന്നു. ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ ചെയ്യാൻ പാടില്ലാത്ത ഒരു റണ്ണിങ് ആണ് ഇന്നലെ ശരിക്കും ശ്രേയസ് അയ്യർ ചെയ്തതാണ്. അത് അറിയിച്ച് മേടിച്ച വിക്കറ്റ് എന്ന് വേണം പറയാം, ദാനം ചെയ്ത വിക്കറ്റ് അങ്ങനെ വേണം പറയാം. പിന്നാലെ KL രാഹുലിൻ്റെ കുറ്റി തെറിപ്പിക്കുന്നു ജോഷ് ടങ്ക് വന്നിട്ട്. ഇവർ ശരിക്കും കളി പിടിക്കുമെന്ന് വിചാരിച്ച സമയത്താണ് നമ്മുടെ തുറുപ്പ് ചീട്ടുകളായ ഓൾറൗണ്ടേഴ്സ് വാഷിംഗ്ടൺ സുന്ദർ ആൻഡ് അക്സർ പട്ടേൽ, ഇവരൊരു മികച്ച പാർട്ട്ണർഷിപ്പാണ് ഇന്ത്യ വിജയത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇതിൽ പിന്നെ ഇന്നലെ കുറേ നെഗറ്റീവ്, ഇതൊക്കെയാണ് പോസിറ്റീവ് കാര്യങ്ങൾ. ശുഭ്മാൻ ഗില്ലിൻ്റെ ആവറേജ് 60+ ആയിരിക്കുന്നു. വിരാട് കോഹ്ലി ഫോം കണ്ടെത്തുകയും ചെയ്താൽ ഇന്ത്യക്ക് ശരിക്കും അഡ്വാൻറ്റേജ് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ ശ്രേയസ് അയ്യർ അത്യാവശ്യം നന്നായി കളിച്ചിട്ടുണ്ട്. റണ്ണൗട്ട് ഒഴിച്ച് നിർത്തിയ ശ്രേയസ് അയ്യർ നല്ലൊരു ഇന്നിങ്സാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നെഗറ്റീവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൈഡിൽ ഇന്നലത്തെ കുറച്ചുണ്ട്. ഒന്നാമത്തെ കാര്യം, KL രാഹുൽ ഇന്നലെ 14 റണ്ണാണ് ആയിട്ട് വിക്കറ്റ് കീപ്പിങ്ങിൽ മിസ്സിങ് കൊണ്ട് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത്. ഇത് ചരിത്രത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ രാഹുൽ ദ്രാവിഡ് 2003 കെനിയയ്ക്കെതിരെ ഇതിലും കൂടുതൽ റണ്ണ് 15 റണ്ണ് വിട്ടുകൊടുത്തിട്ടുണ്ട് കീപ്പ് ചെയ്ത് മിസ്റ്റേക്ക്. അതിനുശേഷമുള്ള റെക്കോർഡാണ് ഇത്. 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇതൊരു നെഗറ്റീവ് റെക്കോർഡാണ്, പക്ഷെ അത് ഇന്നലെ സ്വന്തമാക്കിയിരിക്കുകയാണ് KL രാഹുൽ. നമുക്കറിയാം KL രാഹുൽ ഒരു വിക്കറ്റ് കീപ്പർ അല്ല യഥാർത്ഥത്തിൽ. എപ്പോഴും വിക്കറ്റ് കീപ്പർ ആവുന്ന ഒരാളുമല്ല. IPL നിന്ന് അങ്ങനെയാണ് ആൾ വിക്കറ്റ് കീപ്പറായി മാറിയതാണ്. അപ്പോൾ ഇന്ത്യ ആണെങ്കിൽ അത് ശരിക്കുള്ള വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷാനൊക്കെ നിൽക്കുമ്പോൾ ഇനിയും ഇങ്ങനെ റണ്ണ് പോയി കഴിഞ്ഞാൽ അത് രാഹുലിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ ഫോമോ ആയാലും ഇന്നലെ ബാറ്റിങ്ങിൽ അത് രാഹുലിന് വലിയൊരു തിരിച്ചടി ആവാനും സാധ്യത തന്നെ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് നെഗറ്റീവ്, ഒന്നാമത്തെ നെഗറ്റീവ്. പിന്നെ ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു നെഗറ്റീവ് നമ്മൾ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയതാണ്, രോഹിത് ശർമ്മ ഇനി തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞിരുന്നാലും അടുത്ത ലോകകപ്പിന് ജയ്സ്വാളൊക്കെ പോലത്തെ ടോപ്പ് ഓപ്പണേഴ്സ് നിൽക്കുമ്പോൾ രോഹിത് ശർമ്മ ഇനിയും ഫോം കണ്ടെത്തിയില്ലെങ്കിൽ അത് പ്രശ്നമായിരിക്കും. കോഹ്ലിയുടെ സ്ഥാനം പോയില്ല. കാരണം കോഹ്ലി കഴിഞ്ഞ കളികളൊക്കെ ഫോമായിരുന്നു. ഇന്നലെ ഒരു ദിവസം കൊണ്ടൊന്നും കോഹ്ലി എഴുതി തള്ളാൻ പറ്റില്ല. പക്ഷെ രോഹിത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഫോം ഔട്ടിൻ്റെ ഒരു ഇതിൽ പീക്കിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. IPL ആയാലൊന്നും താരത്തിന് ക്ലച്ച് പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു ഇന്ത്യക്ക് ഒരു പ്രശ്നമാവാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇനി കുറച്ചുകൂടി പോസിറ്റീവ്സ് പറയാൻ കേട്ടോ, നെഗറ്റീവ് മാത്രം പറഞ്ഞു പോയ പോലെ. പോസിറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ, പ്രസിദ്ധ് കൃഷ്ണ നല്ല രീതിയിൽ ഇന്നലെ ബോൾ എറിഞ്ഞു. പവർ പ്ലേയിൽ വരിഞ്ഞു മുറുക്കിൻ്റെ ഇംഗ്ലണ്ടിന് ശരിക്ക്. ബെൻഡക്കറ്റും ബദലൊക്കെ നമുക്കറിയാം ശരി അടിച്ച് തകർക്കണ ഓപ്പണേഴ്സാണ്. പക്ഷെ അവരെ കൊണ്ട് 5 ഓവറിൽ 14 റൺസ് എടുപ്പിച്ചുള്ളൂ. അവിടെയാണ് കഴിവ്. പിന്നെ ഒരു സൈഡിൽ നിന്ന് ബൂമറയും പിടിച്ചു. സാധാരണ ബൂമർ ഒരു സൈഡിൽ നിന്ന് പിടിച്ച് കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് റണ്ണ് ലീക്ക് ആവാൻ പതിവ്. പക്ഷെ ഇന്നലെ 2 പേര് ടോപ്പ് നോച്ച് ബോളിംഗ് ഞാൻ കാഴ്ചവെച്ചത്. നമുക്കൊരു പോസിറ്റീവിൽ ഭയങ്കര പറയാനുള്ള കാര്യം. പിന്നെ അക്സർ പട്ടേൽ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അത് വലിയൊരു പോസിറ്റീവാണ്. 4 വിക്കറ്റ് ഇന്നലെ താരം ബോളിങ്ങിൽ കൊയ്തു. അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ ഒരു 50, മാൻ ഓഫ് ദി മാച്ച് അത് അക്സർ പട്ടേലാണ് ഇന്നലെ സ്വന്തമാക്കിയത്. അത് നല്ല അംഗീകാരം തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. കാരണം അത്ര അത്യുജ്വലമായ പ്രകടനമാണ് ഇന്നലെ എഡ്ബാക്സ്റ്റനിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. എന്തായാലും ഈ ഒരു വിജയം ഇന്ത്യക്ക് ഭയങ്കര മോട്ടിവേഷൻ നൽകിയിട്ടുണ്ട്. കാരണം 2020 ശേഷം നെഗറ്റീവായിരുന്നു ഇന്ത്യൻ ക്യാമ്പ്, ഇപ്പോൾ ഒരു പോസിറ്റീവ് വൈബൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ പിടിച്ചാൽ 2 ഏകദിനോടുകൂടിയും ഇംഗ്ലണ്ടിനെ വൈറ്റ് വാഷ് ചെയ്താൽ ഇന്ത്യക്ക് ആ ഒരു പ്രതികാരം കൂടി തീർക്കാൻ പറ്റും. എന്തായാലും ബെസ്റ്റ് സംഭവിക്കട്ടെ എന്ന് നമുക്ക് ഹോപ്പ് ചെയ്യാം. നല്ലത് സംഭവിക്കട്ടെ. ഇന്ത്യ 3-0 ഇംഗ്ലണ്ടിനെ വൈറ്റ് വാഷ് ചെയ്യട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം അടുത്ത ലോകകപ്പിന് ഒരുങ്ങുമ്പോൾ ഇതുപോലത്തെയുള്ള വലിയ വലിയ ടീമുകളായിട്ടുള്ള മത്സരം പ്രധാനമാണ്. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, സൗത്ത് ആഫ്രിക്ക, ഈ വമ്പന്മാരൊക്കെ ആയിട്ട് കളിച്ചാലേ നമുക്ക് ഇവരുടെ ലൈനപ്പും ഇവരായിട്ടുള്ള കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് വേൾഡ് കപ്പിൽ ഉപകാരപ്രദമാകും. അപ്പോൾ എന്തായാലും നമുക്ക് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. പരമ്പരയിൽ ബാക്കി 2 മത്സരങ്ങൾ എങ്ങനെയായിരിക്കും ഇന്ത്യ കളിക്കുക, ആ മത്സര ശേഷം നമുക്ക് വീഡിയോ ഇടാം.